എന്താണ് ഫസ്റ്റ് എയ്ഡ്? പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. ഒരു അപകടം നടന്നാൽ ഉടൻ തന്നെ ആദ്യമായി സംഭവസ്ഥലത്ത് എത്തുന്നയാൾ ചെയ്യേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പ്രഥമ ശുശ്രൂഷ. ഈ അപകടം സംഭവിച്ച ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ വന്ന് നോക്കുന്നതിനോ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കുന്നതിനോ മുന്നേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ട്രീറ്റ്മെന്റ്സ്. എപ്പോഴും പറയുന്ന പോലെ ടൈം ഇസ് ലൈഫാണ്. അപ്പോൾ ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മളൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന് വേണ്ട പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്നോ അത്രയും നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ആ പേഷ്യന്റിന്റെ ഔട്ട്കം അത്രയ്ക്കും പോസിറ്റീവ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യം തന്നെ. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടും വീട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചൂടുവെള്ളം വീണ് പൊള്ളുന്നതാണ്. അതിപ്പോൾ കുട്ടികൾക്കും സംഭവിക്കാം, വലിയവർക്കും സംഭവിക്കാം. കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. 2 വയസ്സ് 3 വയസ്സൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ അമ്മമാരോ അമ്മൂമ്മമാരോ ചായയൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് അത് തട്ടി മേഘത്തേക്ക് ഒഴിക്കുന്ന സിനാരി ഭയങ്കര കൂടുതലായിട്ട് വരുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വലിയവർക്ക് പൊള്ളൽ സംഭവിച്ചാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ആ വ്യക്തിയെ മാറ്റുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല തണുത്ത വെള്ളം, ഐസ് കോൾഡ് എന്ന് നമ്മൾ പറയുന്നില്ല, തണുത്ത വെള്ളത്തിൽ ഒരു 20 മിനിറ്റോളം ആ ഭാഗം കഴുകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ടാപ്പ് വാട്ടറിന്റെ താഴെ നമ്മുടെ കൈയോ കാലോ ഏത് ഭാഗമാണ് പൊള്ളിയെന്ന് വെച്ചാൽ ആ ഭാഗം ഒരു 20 മിനിറ്റോളം ആ വെള്ളം അവിടെ വീഴത്തക്ക രീതിയിൽ നമ്മളത് കഴുകണം. പിന്നെ നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് ഇടുക, ബട്ടർ പുരട്ടുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ല. ഇത് കഴുകിയ ശേഷം ഒന്നുകിൽ നമ്മുടെ കയ്യിൽ ബേൺ ഓയിലിൻ്റെ ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ സിൽവറക്സ് ഓയിൻമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഓയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ അത് പുരട്ടി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടീനെ ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിച്ചാൽ മതിയാകും. മറ്റ് സാധനങ്ങൾ നമ്മൾ പുരട്ടി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അത് വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലായിരിക്കും. ഈ പേസ്റ്റൊക്കെ മാറ്റുമ്പോൾ കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും. പിന്നെ വേദന സംഹാരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പാരസ്റ്റമോളിൻ്റെ ഗുളികയാണെങ്കിൽ പോലും നമുക്കത് കൊടുക്കാവുന്നതാണ്. പൊള്ളലിന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വീട്ടിൽ ചെയ്താൽ മതിയാകും. പിന്നെ ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ വായിലെടുത്ത് ഇടുക. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആഹാര സാധനം നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങുന്ന ഒരവസ്ഥ. കുട്ടികളെ സംബന്ധിച്ച് അവരെന്ത് കിട്ടിയാലും വായിലിടുന്ന ഒരു പ്രവണത അവർക്കുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് രണ്ടാമത്തെ സിനാരിയോ. അപ്പം അങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ 1.5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, അപ്പോൾ അവർ വായിൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുഞ്ഞിനെ മുതുകു ഭാഗത്ത്, അതായത് നമ്മുടെ തോളിനുള്ള 2 പലകയിലുണ്ട്, അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമ്മുടെ കൈ വെച്ച് 5 തവണ നല്ല രീതിയിൽ നമ്മൾ തട്ടിക്കൊടുക്കണം. നല്ല ഫോഴ്സോട് കൂടി തന്നെ. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ട് എയർ പോകാൻ വേണ്ടി തട്ടുന്ന പോലെയല്ല, അതിന്നും ശക്തമായിട്ട് തന്നെ ഈ 2 പലകയിലിൻ്റെയും ഇടയിലുള്ള ഭാഗം നന്നായിട്ട് തട്ടിക്കൊടുക്കുക. അതേപോലെ തന്നെ കുഞ്ഞിനെ നമ്മൾ നേരെ മലർത്തി പിടിച്ചിട്ട്, ഇതിപ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ മലർത്തി പിടിച്ചിട്ട് നെഞ്ചിൻ്റെ ഭാഗത്തും നമ്മളൊരു 5 തവണ തട്ടുകൊടുക്കുക. വായിൽ അവരിട്ട സാധനം പുറത്ത് വരുന്നിടം വരെ നമുക്ക് ഇത് ചെയ്തുകൊണ്ടേയിരിക്കാം. കുഞ്ഞ് ബോധം കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് CPR കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കാം. കുറച്ചും കൂടി വലിയ കുഞ്ഞുങ്ങളാണ്, ഒരു 8 വയസ്സ് 10 വയസ്സ് പ്രായമൊക്കെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കും നമുക്ക് പറഞ്ഞ പോലെ മുതുകിന് തട്ടിക്കൊടുക്കാം. കുറച്ചുകൂടെ സൈസുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരെ പോലെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ മുതിർന്നവർക്ക് എന്താണോ ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത്. ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് ചുമച്ചുകൊണ്ടേ ഇരിക്കാൻ പറയുക. കുറേ തവണ ചുമയ്ക്കുമ്പോഴത്തേക്കും ഈ വായിൻ്റെ ഉള്ളിൽ പോയ സംഭവം പുറത്തേക്ക് വരാം. ഇനി അങ്ങനെ ചുമയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ശ്വാസം പോലും എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, പുള്ളി 2 കൈയും തൊണ്ടയിൽ ഇങ്ങനെ കുടുക്കി പിടിച്ചേക്കുകയാണ്, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിന്റെ പേരാണ് ഹെംലിക്സ് മാനുവർ എന്ന് പറയും. ഹെംലിക്സ് മാനുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുള്ള വ്യക്തിയുടെ പിൻഭാഗത്തായിട്ട് നമ്മൾ നിൽക്കും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വലത് കൈ കൊണ്ട് നമ്മളൊരു മുഷ്ടി ചുരുട്ടണം. മുഷ്ടി ചുരുട്ടിയിട്ട് അത് ഈ ആളുടെ പൊക്കിളിൻ്റെ മേലെയായിട്ട് നമ്മൾ നമ്മുടെ കൈ വെക്കുക. അങ്ങനെ പിടിച്ചിട്ട് ആളുടെ വയറ്റിലേക്ക് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൈ ഉള്ളിലേക്കും മുകളിലേക്കുമായിട്ട് നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ഇദ്ദേഹത്തിൻ്റെ ആ വായിൽ കുടുങ്ങിയ സാധനം പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട്. അത് പുറത്ത് വരുന്നിടം വരെയും നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. അതല്ല പിന്നെ നമ്മളത് പ്രൊസീജിയർ നിർത്തുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പുറത്ത് വന്നിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ വ്യക്തിക്ക് ബോധം പോകുന്നിടം വരെയുമാണ്. ബോധം പോയി കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്ത പോലെ തന്നെ CPR തന്നെയാണ് തുടങ്ങേണ്ടത്. തൊണ്ടയിൽ ഒരു സംഭവം കുടുങ്ങുമ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോഴാണ് ആൾ കുഴഞ്ഞു വീണ് പോവുക. ഏതൊരു വ്യക്തിയും കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ആളെ ഒന്ന് തട്ടി ഉണർത്തി വിളിച്ച് നോക്കണം. തട്ടി വിളിച്ച് നോക്കുന്നു, പുള്ളി കണ്ണ് തുറക്കുന്നില്ല, പുള്ളിക്ക് അനക്കമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് ചെയ്യേണ്ട
കാര്യമാണ്. സഹായത്തിന് ഒരാളെ കൂട്ടിന് വിളിക്കുക, എന്നിട്ട് ഇയാളുടെ നാടിയെടുപ്പുണ്ടോ എന്ന് നോക്കുക. നാടിയെടുപ്പുണ്ടോ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് കഴുത്തിന്റെ സൈഡിലാണ്. അവിടെ നാടിയെടുപ്പ് നമുക്ക് കിട്ടുന്നില്ല, ഈ വ്യക്തി സ്വന്തമായിട്ട് ശ്വാസം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കുകയും ആ സമയം കൊണ്ട് തന്നെ നമ്മൾ CPR തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു സിനാരിയോ നോക്കാം. മൂന്നാമത്തെ സിനാരിയോ എന്ന് പറയുമ്പോഴത്തേക്കും അത് തീപിടുത്തം. വ്യക്തിയുടെ വസ്ത്രത്തിൽ മാത്രമേ തീ പിടിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഊരി മാറ്റാൻ പറ്റുന്ന വസ്ത്രമാണെങ്കിൽ അത്രയും പെട്ടെന്ന് വസ്ത്രം ഊരി മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലാങ്കറ്റോ ഒരു കട്ടിയുള്ള ഷീറ്റോ എടുത്തിട്ട് ഈ വ്യക്തിനെ അതിൽ പൊതിയുക, എന്നിട്ട് നിലത്ത് നമ്മളൊന്ന് ഉരുട്ടുക. ആളോട് ഓടാൻ പറയരുത്. പിന്നെ നമുക്ക് വെള്ളം അദ്ദേഹത്തിന്റെ മേത്തേക്ക് ഒഴിക്കാനും പറ്റും. ഒരു കാര്യം സംഭവിക്കുന്ന, പെട്ടെന്ന് ആൾക്കാർ പാനിക്കാവുമ്പോഴത്തേക്കും നമുക്ക് പൊതുവേ ഉള്ളൊരു പ്രവണതയാണ് നമ്മൾ അത് വെച്ചിട്ട് ഓടും. അപ്പോൾ ഓടുമ്പോഴത്തേക്കും പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന തീ നമ്മുടെ ശരീരത്തിലേക്ക് ആകാനും അതുപോലെ തന്നെ നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ഓടരുത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് തന്നെ പറ്റുമെങ്കിൽ വെള്ളം ഒഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റിൽ കവർ ചെയ്തിട്ട് നമ്മളൊന്ന് റോൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഇനിയിപ്പം മുറി നിറച്ചും പുകയായി ആൾക്ക് കാണാൻ പറ്റുന്നില്ല, ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ താഴെ ഇരിക്കുക. ആ വരുന്ന കാർബൺ മോണോക്സൈഡ് ആണ്, അത് നമ്മൾ ശ്വസിക്കും തോറും നമുക്ക് ബോധക്ഷയം ഉണ്ടാവാനും ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ കഴിവതും നമ്മൾ ശ്വസിക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് ആ പുക ഉണ്ടാവുന്ന ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങുക. നമ്മൾ ഏതൊരു ഫസ്റ്റ് എയ്ഡ് കൊടുത്താലും അതെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ്. ഡെഫിനറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ തേടാൻ വേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന മറ്റൊരു സിനാരിയോ ആണ് അലർജി എന്ന് പറയുന്നത്. അത് ആഹാരത്തിനോടുള്ള അലർജി അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജി. അലർജി എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹമൊക്കെ ചൊറിഞ്ഞ് തടിക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് ചുമ വരിക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, തൊണ്ടയിലൊക്കെ ഇങ്ങനെ ഇറുകുന്ന പോലെ തോന്നുക, അതോടൊപ്പം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്നു, കൈയും കാലും ഒക്കെ തളരുന്ന പോലെ തോന്നുന്നു. ചില ആൾക്കാർക്ക് വയറിന് അസ്വസ്ഥത, ഛർദില്, വയറിളക്കം, വയറിന് വേദന, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് അതൊരു അലർജി സിനാരിയോ പോലെ ആകുന്നത്. അപ്പം അങ്ങനെ ഒരു ആഹാരം കഴിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അങ്ങനെ അലർജി അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് കഴിക്കുമ്പം ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആ ആഹാരം കഴിക്കുന്നത് അല്ലെങ്കിൽ ആ മരുന്ന് കഴിക്കുന്നത് ആ ഒരു എക്സ്പോഷർ അപ്പം തന്നെ നിർത്തുകയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയാണ് വേണ്ടത്. ഒരുപാട് ഫസ്റ്റ് എയ്ഡ് വീട്ടിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കൊടുക്കാനോ നമുക്ക് പരിമിതികളുണ്ട്. പിന്നെ മറ്റൊരവസ്ഥ, ശക്തമായിട്ടുള്ള ഒഴുക്കുള്ള പുഴകളിൽ അല്ലെങ്കിൽ ബീച്ചുകളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാറുണ്ട്. അപ്പം അങ്ങനെ കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് കുട്ടികളായാലും മുതിർന്നവരായാലും നന്നായിട്ട് നീന്തൽ അറിയാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും ഒഴുക്കുള്ള നദീ തടാകങ്ങളിൽ നമ്മൾ പോകാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് ഒഴുക്കില്ല, നമ്മൾ വെറുതെ ഒന്ന് കാല് നനയ്ക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മൾ ആ വെള്ളത്തിൽ ഒഴുകിപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, വെള്ളത്തിലേക്ക് പോകുന്ന വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ അടുത്ത് പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മരത്തിൻ്റെ കമ്പോ തടിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് മുറുകെ പിടിക്കാവുന്നതാണ്. റെസ്ക്യൂ ടീം വരുന്നിടം വരെ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പം അതല്ല, കരയിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിക്കും രക്ഷിക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് നീന്തൽ അറിയാമെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ആ വ്യക്തിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ വ്യക്തിനെ കരയ്ക്ക് കൊണ്ടുവരിക. ആൾക്ക് ഓർമ്മയുണ്ട്, ബോധമുണ്ട്, നന്നായിട്ട് ചുമയ്ക്കുന്നുണ്ട്, കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിയെ ചരിച്ച് കിടത്തുക. ഇടതുവശത്തേക്ക് ആ വ്യക്തിനെ ചരിച്ച് കിടത്തിയിട്ട് നല്ല രീതിയിൽ നമ്മൾ മുതുകിലും വയറ്റിലായിട്ട് ചെറിയ പ്രഷർ കൊടുക്കുക. അപ്പം ആ കുടിച്ചിട്ടുള്ള വെള്ളം പുറത്തേക്ക് ഛർദ്ദിച്ച് കളയാൻ പറ്റും. മലത്തിൽ കിടത്തിയിട്ട് നമ്മളങ്ങനെ ചെയ്താൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ശ്വാസകോശത്തിലേക്ക് ചെന്ന് ആൾക്ക് നല്ല രീതിയിൽ ചുമയും, അതോടൊപ്പം തന്നെ ലങ്സിന് ഇൻഫെക്ഷൻസും പിന്നീട് വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന വ്യക്തിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബോധമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഹായത്തിന് ഒരാളെയും കൂടെ വിളിക്കുക. എന്നിട്ട് ഇദ്ദേഹത്തിന് നാടിയെടുപ്പുണ്ടോയെന്നും ശ്വാസം എടുക്കുന്നുണ്ടോയെന്നും നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആംബുലൻസിനെ വിളിക്കുക. അതോടൊപ്പം തന്നെ പുള്ളിക്ക് CPRും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, CPR കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് ശ്വാസവും കൊടുക്കേണ്ടതാണ്. ഒരു 30 തവണ നമ്മൾ നെഞ്ചിൽ അമർത്തി CPR കൊടുത്ത ശേഷം ഒരു 2 തവണ ശ്വാസം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞുവെങ്കിലും ആദ്യമേ പറഞ്ഞ പോലെ ഇതെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ്, അഥവാ പ്രഥമ ശുശ്രൂഷയാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് സമയം കളയാണ്ട് തന്നെ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പായിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കണം. പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ. Shaka